രണ്ടാഴ്ച നീണ്ടുനിൽക്കുന്ന വെടിനിർത്തൽ സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നതിനിടെ അമേരിക്കയും ഇറാനും തമ്മിലെ നിർണായക ചർച്ച ഇന്ന് പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടക്കും. ജെ.ഡി. വാൻസ് നയിക്കുന്ന യു.എസ്. സംഘവും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗാലിബാഫ് നയിക്കുന്ന ഇറാൻ സംഘവും ഇസ്ലാമാബാദിലെത്തി. പ്രാഥമിക ചർച്ചകൾ ഇന്നും നാളെയും നടക്കും. ചർച്ചാ ദിവസങ്ങൾ നീണ്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് ഇനിയും അനുമതി ലഭിച്ചിട്ടില്ല. യുദ്ധത്തിൽ 3000-ലേറെ പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ ഫോറൻസിക് മെഡിക്കൽ സംഘടന അറിയിച്ചു. അതിനിടെ ലബനനുമായി സന്ധി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അറിയിച്ചു. എത്രയും വേഗം ചർച്ച തുടങ്ങാനുള്ള നടപടി ആരംഭിക്കാനായി നിർദ്ദേശം നൽകിയതായും നെതന്യാഹു വ്യക്തമാക്കി. ഹിസ്ബുള്ളയുടെ നിരായുധീകരണത്തിലും സമാധാനപരമായ ബന്ധം സ്ഥാപിക്കുന്നതിലും ലബനനുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്ന് നെതന്യാഹു പറഞ്ഞു. അതേസമയം ലബനനിലെ 100ഓളം പ്രദേശങ്ങളിലായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 250-ലേറെ പേർ കൊല്ലപ്പെട്ടു. 1000 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. പൌരന്മാർ കൊല്ലപ്പെട്ടതിൽ രാജ്യത്ത് ഇന്ന് ദുഃഖാചരണം പ്രഖ്യാപിച്ചു. അതേസമയം യുദ്ധഭൂമിയിൽ നടന്ന സൈനിക നീക്കങ്ങൾക്കൊപ്പം നയതന്ത്ര രംഗത്തും നിർണായക നീക്കങ്ങൾ നടക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ നടത്തുന്ന ഏതൊരു ചർച്ചയും വിജയകരമാണെങ്കിൽ അതിന് അടിസ്ഥാനം വെടിനിർത്തൽ കരാറുകളായിരിക്കണം, പ്രത്യേകിച്ച് ലബനനിൽ. എന്നാൽ ഈ കരാറുകൾ പാലിക്കുന്നതിൽ അമേരിക്കയുടെ സത്യസന്ധതയാണ് പ്രധാനമായും നിർണായക ഘടകമായി മാറുന്നത്. സൈനിക ശക്തിയേക്കാൾ വലിയ ശക്തിയാണ് ജനങ്ങളുടെ ആത്മവിശ്വാസവും ഐക്യവും എന്നതാണ് ഇറാന്റെ വിലയിരുത്തൽ. അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന്റെ ആക്രമണങ്ങൾക്കിടയിലും ലബനനിലെ ജനങ്ങൾ കാഴ്ചവെച്ച ഐക്യദാർഢ്യവും ധൈര്യവും ഇറാനെ പ്രചോദിപ്പിച്ചു. അതോടൊപ്പം ഇറാനിയൻ ജനതയ്ക്ക് ലബനനിൽ നിന്നും പിന്തുണ ലഭിച്ചു. ഫെബ്രുവരി 28-നുണ്ടായ സംഭവങ്ങൾ ഈ സംഘർഷത്തിന് ഒരു പുതിയ ദിശ നൽകിയിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനിയും നിരവധി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടത് മേഖലയിൽ വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഈ സംഭവത്തിന്റെ പിന്നാലെ അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ വ്യാപകമായ സൈനിക നീക്കങ്ങൾ ആരംഭിച്ചു. ഇത് യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുകയും മേഖലയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ അനിശ്ചിതത്വത്തിലാക്കുകയും ചെയ്തു. യുദ്ധം നീണ്ടുനിൽക്കുമ്പോൾ സാമ്പത്തികവും മനുഷ്യാവകാശപരവുമായ പ്രത്യാഘാതങ്ങൾ കൂടുതൽ പ്രകടമാകും. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ രൂപപ്പെട്ടത്. ഈ ഇടവേളയിൽ ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചു. ഇത് യുദ്ധത്തിൽ നിന്ന് നയതന്ത്രത്തിലേക്ക് മാറാനുള്ള ഒരു പ്രധാന ശ്രമമായി കണക്കാക്കപ്പെടുന്നു. ചർച്ചകൾക്ക് അടിസ്ഥാനമായി ഇറാൻ ഒരു പദ്ധതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അമേരിക്കൻ സൈന്യത്തെ മേഖലയിലുള്ള സ്ഥാനങ്ങളിൽ നിന്ന് പിൻവലിക്കുക, ഇറാനെതിരായ സാമ്പത്തിക ഉപരോധങ്ങൾ ഒഴിവാക്കുക, ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഉറപ്പാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഈ ആവശ്യങ്ങൾ ഇറാന്റെ ദീർഘകാല സുരക്ഷാ താൽപര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഏപ്രിൽ 8-ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഈ സംഘർഷം ഇറാന്റെ ചരിത്രപരമായ വിജയമാണെന്ന് അവകാശപ്പെട്ടു. ഈ വിജയമാണ് അമേരിക്കയെ ചർച്ചകളിലേക്ക് നിർബന്ധിതരാക്കിയതെന്നും ആക്രമണം അവസാനിപ്പിക്കാനുള്ള ഉറപ്പുകൾ നൽകാൻ പ്രേരിപ്പിച്ചതെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇത് ഇറാന്റെ ആത്മവിശ്വാസവും യുദ്ധഭൂമിയിലെ വിജയത്തെ നയതന്ത്ര നേട്ടങ്ങളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ ചർച്ചകളുടെ യഥാർത്ഥ ലക്ഷ്യം യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നതിലുപരി നയതന്ത്ര പോരാട്ടം ശക്തിപ്പെടുത്തുക എന്നതാണ്. ഈ നിലപാടാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്നത്. അമേരിക്കയോട് ഇപ്പോഴും അവിശ്വാസം നിലനിൽക്കുന്നതായി ഇറാൻ തുറന്നു പറയുന്നു. ഈ അവിശ്വാസം ചർച്ചകളുടെ പുരോഗതിയെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. മൊത്തത്തിൽ മധ്യപൂർവേഷ്യയിലെ ഈ പുതിയ ഘട്ടം സൈനികവും നയതന്ത്രപരവുമായ നീക്കങ്ങളുടെ സമന്വയമാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും അതിന് പിന്നിലെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ അതീവ സങ്കീർണമാണ്. ലബനൻ ഉൾപ്പെടെയുള്ള മേഖലകളിലെ സമാധാനം വലിയ ശക്തികളുടെ തീരുമാനങ്ങളെയും അവയുടെ വിശ്വാസ്യതയും ആശ്രയിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ ലോകം മുഴുവൻ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്ന ഒരു നിർണായക ഘട്ടമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.